ഹലോ ഓൾ, എന്റെ പേര് ലക്ഷ്മി നന്ദ, ലേൺ വൈസ് ഫാക്കൽറ്റി ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പേപ്പറായ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഏതൊക്കെ ബ്ലോക്കുകൾ ഉണ്ട്, അതുപോലെ തന്നെ ആ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് വീതമാണ്, ആ യൂണിറ്റ്സ് എന്തൊക്കെയാന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സോ നമ്മൾ ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക്. സോ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് വേരിയസ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദയർ ബിഹേവിയർ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിന്റെ വേരിയസ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിന്റെ ബിഹേവിയർ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് സൈക്ലിക്കൽ ഫ്ലോ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സൈക്ലിക്കൽ ഫ്ലോ എങ്ങനെയാണ്, വർക്കിംഗ് ക്യാപിറ്റലിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻസ് ആൻഡ് ടൂൾ ഓഫ് പ്ലാനിംഗ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻഫ്ലേഷനുമായിട്ട് എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്, ആൻഡ് ഓൾസോ അനലൈസ് ട്രെൻഡ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ഇന്ത്യൻ കമ്പനീസ്. പുതിയ പുതിയ ട്രെൻഡ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക് കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കിക്കാണുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ആൻഡ് ഓൾസോ മാനേജ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇതിൽ മാനേജ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. സോ വർക്കിംഗ് ക്യാപിറ്റൽ, ദ മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മേജർ ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ഫിനാൻഷ്യൽ മാനേജേഴ്സ്. അവർക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, മേജർ ഏരിയ ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും ആണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടുണ്ടാവുക. സോ അതിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നമുക്ക് ഉള്ളത്. And it is essential for successful operation of business enterprise. ഒരു ബിസിനസ് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ പോകണം. സോ ഒരു ബിസിനസ് അത്രയും നല്ല സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ഫേമിലും, എല്ലാ ടൈപ്പ് ഓഫ് ഫേംസിനും വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിപ്പോ എന്തൊരു ആക്ടിവിറ്റി, നമ്മൾ പ്രൊഡക്ഷൻ, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവേണ്ട ആവശ്യകത അവിടെ ഉണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പഠിക്കണം. സോ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് ടോട്ടൽ ഓഫ് കറന്റ് ലയബിലിറ്റീസ്. ഈ രണ്ട് രീതിയിലും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ രണ്ട് രീതിയിൽ പറഞ്ഞുകൊണ്ട് അതൊരു രണ്ട് കൺസെപ്റ്റ് ആയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത്. ദാറ്റ് ഈസ് ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതിനെയാണ് എന്ത്? ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ് ആൻഡ് ടോട്ടൽ ഓഫ് കറന്റ് ലയബിലിറ്റീസ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, അതിനെയാണ് എന്ത്? നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ രണ്ട് രീതിയിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ട് കൺസെപ്റ്റ് വെച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് നമുക്ക് ഗ്രോസ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു മേത്ത, ആർഷർ, ബോഗൻ, മേഡ് ആൻഡ് ബേക്കർ, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സിനെയാണ് ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് അതിനെ ഗ്രോസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ് മാത്രമായി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ റീസൺസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ്സ് ആർ ഏൺഡ് വിത്ത് ഹെൽപ്പ് ഓഫ് അസറ്റ്സ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി കറന്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന അസറ്റ്സ് ആണ്. ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് ഫിക്സഡ് ആയിട്ട്, ഫിക്സഡ് അസറ്റ്സും ഉണ്ട്, പാർട്ട്ലി കുറച്ച് കറന്റ് അസറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് കൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ ഫണ്ട്സ് ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞു കറന്റ് അസറ്റ്സ് എന്നുള്ളത്, അല്ലെ? കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
വിത്തിൻ 1 ഇയർ നമുക്ക് ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യാനോ സെല് ചെയ്യാനോ സാധിക്കുന്നതിനാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നുള്ളത് പറയുന്നത്. സോ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് പോകും. സോ അതിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് മാനേജ്മെന്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ദ ടോട്ടൽ കറണ്ട് അസറ്റ്സ്. അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. സോ മാനേജ്മെന്റ് എപ്പോഴും ടോട്ടൽ കറണ്ട് അസറ്റ്സിനെയാണ് എപ്പോഴും കൺസേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഗ്രോസ് കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാരണം. ആൻഡ് ലാസ്റ്റ്, നെറ്റ് കൺസെപ്റ്റ് ഹാഡ് റിലവൻസ് വെൻ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇസ് സിംഗിൾ എന്റർപ്രണർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ്. നമ്മൾ പറഞ്ഞു നെറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് റിലവന്റ് ആയിട്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിംഗിൾ എന്റർപ്രണർഷിപ്പ്, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരാൾ മാത്രം ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്മോൾ സ്കെയിലിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ നെറ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യുള്ളൂ. സോ നമുക്ക് കൂടുതലും ഒരു വലിയ ബിസിനസ്സോ ലാർജ് സ്കെയിൽ ആയിട്ടോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഗ്രോസ് കൺസെപ്റ്റ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഗ്രോസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് നെറ്റ് കൺസെപ്റ്റ്. എന്താണ് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അക്കോർഡിംഗ് ടു സ്മിത്ത്, ഗുഡ്മാൻ ആൻഡ് ഡഗൽ, ഹവാർഡ് ആൻഡ് ഗ്രോസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സിന്റെയും കറണ്ട് ലയബിലിറ്റീസിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രോസ് കൺസെപ്റ്റിൽ അവിടെ നമുക്ക് കറണ്ട് അസറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആയിരുന്നു. ഇവിടെയോ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിന്റെ ഡിഫറൻസിനെയാണ് എന്ത് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. That is, in long run, what matters is surplus of current assets over current liabilities. ലോങ് റണ്ണിൽ ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ടുള്ളത് ഏതാണ്? നെറ്റ് കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് സർപ്ലസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അല്ലെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ലോങ് റണ്ണിൽ കൂടുതൽ റിലവന്റ് ആയിട്ടുള്ളത് നെറ്റ് കൺസെപ്റ്റ് ആണ്. And next, helps creditors and investors to judge financial soundness of enterprise. ഒരു എന്റർപ്രൈസ് ഫിനാൻഷ്യലി ഏബിൾ ആണോ, സ്റ്റേബിൾ ആണോ, അല്ല അതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഈ നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അവിടെ കറണ്ട് ലയബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കറണ്ട് അസറ്റ്സ് മാത്രമല്ല, നമുക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ അവിടെ തിരിച്ചറിയുന്നത്. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യലി എങ്ങനെയാണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് മീറ്റ് ദ കണ്ടിജൻസീസ് ഇസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസിയും കാര്യങ്ങളും വരികയാണ്, കണ്ടിജൻസീസ്, എമർജൻസിയും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ കൂടുതലും യൂസ്ഫുൾ ആക്കുന്നത്. ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് എത്രത്തോളം കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനീസ്. അല്ലെ, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സൗണ്ട്നെസ് നമുക്ക് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ക്രെഡിറ്റേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും. അതുപോലെ തന്നെ കറക്റ്റ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ആ ഒരു കമ്പനിയുടെ എന്നുള്ളത് തിരിച്ചറിയാനായിട്ടും ഈ നെറ്റ് കൺസെപ്റ്റ് നമ്മളെ അധികം ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയൊക്കെ റീസൺസ് ആണ് നെറ്റ് കൺസെപ്റ്റ് നമുക്ക് ഉള്ളത്. സോ നമ്മൾ ഗ്രോസ് കൺസെപ്റ്റും പറഞ്ഞു, നെറ്റ് കൺസെപ്റ്റും പറഞ്ഞു. സോ ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് കൺസെപ്റ്റ്. ദാറ്റ് ഈസ് അസറ്റ്സ് ആർ എംപ്ലോയ്ഡ് ടു ഡിറൈവ് എ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് കൺസെപ്റ്റ് ആണ്. എത്ര ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് തിരിച്ചു കിട്ടുന്നത്. സോ അതുകൊണ്ട് ഗ്രോസ് കൺസെപ്റ്റിനെ നമ്മൾ ഒരു എക്കണോമിക്സ് കൺസെപ്റ്റ് ആയിട്ടാണ് ആ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ കറണ്ട് അസറ്റ്സ്, ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്ര തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഗ്രോസ് കൺസെപ്റ്റ് ഈസ് എ എക്കണോമിക്സ് കൺസെപ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് നെറ്റ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആൻ അക്കൗണ്ടന്റ്. It is viewed as a liquidation concept. ലിക്വിഡേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് പെർട്ടിനന്റ് അപ്രോച്ച്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റേഴ്സിനായാലും ഇൻവെസ്റ്റേഴ്സിനായാലും അവർക്ക് കൂടുതൽ റിലവന്റ് ആയിട്ടുള്ള ഏതാണ്? നെറ്റ് കൺസെപ്റ്റ് ആണ് അല്ലെ. ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? നെറ്റ് കൺസെപ്റ്റിലൂടെയാണ് അല്ലെ. അപ്പൊ അത് എപ്പോഴും ഒരു അക്കൗണ്ടന്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കും ഈ നെറ്റ് കൺസെപ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ ഇതാണ് ഗ്രോസ് കൺസെപ്റ്റ്, നെറ്റ് കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ്സ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വരും. ദാറ്റ് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓൾസോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ്, കോൺസ്റ്റിറ്റ്യുവൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
നമ്മൾ പറഞ്ഞു അല്ലെ കറണ്ട് അസെറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അല്ലെ. ഗ്രോസ് കൺസെപ്റ്റിൽ പറഞ്ഞപ്പോൾ കറണ്ട് അസെറ്റ്സ് മാത്രമാണ്, ഇനി അല്ല നെറ്റ് കൺസെപ്റ്റ് ആണെങ്കിലോ കറണ്ട് അസെറ്റ്സിന്റെയും കറണ്ട് ലയബിലിറ്റീസിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് നെറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കറണ്ട് അസെറ്റ്സിൽ ഏതൊക്കെ വരും, കറണ്ട് ലയബിലിറ്റീസിൽ ഏതൊക്കെ വരും എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ അതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ് എന്നുള്ളത് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കറണ്ട് അസെറ്റ്സ്. കറണ്ട് അസെറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് വിത്തിൻ 1 ഇയർ നമുക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയർ നമുക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചിലപ്പോൾ അത് യൂസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ സെല് ചെയ്യാനായിരിക്കാം, അങ്ങനെയുള്ള രീതിയിൽ പറയുന്നതാണ് കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഏതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്, ദാറ്റ് ഈസ് ഇൻവെന്ററീസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കറണ്ട് അസെറ്റ്സ് വേണ്ടത്. സോ ഇതിന്റെ സബ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്, നമ്മുടെ കയ്യിലുള്ള എത്രത്തോളം ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അതിനാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, റോ മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് മെറ്റീരിയൽസ് അല്ലെ. ആ ഒരു റോ മെറ്റീരിയൽ നമുക്ക് ആദ്യം ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അത് പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, ആ റോ മെറ്റീരിയൽ നമ്മൾ ആ കാര്യം നമ്മൾ ആ ഒരു ഗുഡ് കംപ്ലീറ്റ് ഗുഡ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. ആൻഡ് ഫിനിഷ്ഡ് ഓർ ട്രേഡ് ഗുഡ്സ്, അതിനെ നമ്മൾ ഇൻവെന്ററീസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതും നമുക്കൊരു കറണ്ട് അസെറ്റ് ആണ് അല്ലെ. കംപ്ലീറ്റ് ആയി ആ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒരു ഫിനിഷ്ഡ് മൊത്തത്തിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതായിട്ട് നമുക്ക് മാറുമ്പോൾ. ആൻഡ് ഓൾസോ സ്റ്റോഴ്സ്, സ്പെയർസ്, ഫ്യൂൽസ്, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻവെന്ററീസിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കറണ്ട് അസെറ്റ്. നെക്സ്റ്റ് ഇസ് സൺട്രി ഡെപ്റ്റേഴ്സ്, അതായത് നമുക്ക് പേയ്മെന്റ് തരാനുള്ളത്, അതിനാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഡെപ്റ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ എ പീരീഡ് എക്സീഡിങ് 6 months അല്ലെ, കറണ്ട് അസെറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വിത്തിൻ 1 ഇയർ അതാണ് മാക്സിമം, നമ്മൾ 1 ഇയർ ആണ്. അപ്പം 6 മാസത്തിൽ ഡെപ്റ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ എ പീരീഡ് എക്സീഡിങ് 6 months അതിലേക്കുള്ളതിനെ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ഓൾസോ അതർ ഡെപ്റ്റ്സ്, വേറെ എന്തെങ്കിലും നമുക്ക് പേയ്മെന്റ് തരാനുണ്ട് കടമായിട്ട്, അത് ബാക്കിയുള്ള അതർ ഡെപ്റ്റ്സ് കടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിനാണ് ഇൻക്ലൂഡ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് നമ്മൾ ഒരു കറണ്ട് അസെറ്റ് ആണ് അല്ലെ. ആൻഡ് ഓൾസോ ബാങ്ക് ബാലൻസ്, ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറയുന്നതും ഒരു കറണ്ട് അസെറ്റ് ആണ്. സോ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, വിത്ത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്, ഇനി അല്ല ഷെഡ്യൂൾഡ് ബാങ്ക്സ് അല്ലാത്ത, അതായത് ആ ഷെഡ്യൂളിലുള്ളതിനെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ അത് നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവാം, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടാവാം. ആൻഡ് വിത്ത് അതേഴ്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് അല്ലാത്ത ബാങ്ക്സ് ആകുമ്പോഴോ കറണ്ട് അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. ആൻഡ് ഓൾസോ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്, സെക്യൂർഡ് അഡ്വാൻസസ് ഉണ്ട്. സെക്യൂർഡ് അഡ്വാൻസസ് നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുന്നു എന്നാണ്. ഇപ്പൊ നമ്മളിപ്പം സ്വർണം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഒരു ലോൺ വാങ്ങുന്നു, അതിനാണ് സെക്യൂർഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് അൺസെക്യൂർഡ്. അൺസെക്യൂർഡ് ആയിട്ടുള്ളത് എന്താ ആവുമ്പോൾ എന്താണ്, നമ്മളൊന്നും അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി നമ്മൾ വെക്കുന്നുണ്ടാവില്ല, അങ്ങനെയുള്ളതിനാണ് അൺസെക്യൂർഡ് സെക്യൂർഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് ചിലപ്പം എന്തെങ്കിലും ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒക്കെ ആവാം ഈ അൺസെക്യൂർഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് അസെറ്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ മുൻകൂറായിട്ട് പേ ചെയ്യുന്നത് എക്സ്പെൻസ്, അതെന്ന് പറയുന്നത് നമ്മുടെ അസെറ്റ് ആണ് അല്ലെ, നമ്മൾ നേരത്തെ മുൻകൂട്ടി പേ ചെയ്യാണ്. ആൻഡ് ഓൾസോ സർട്ടൺ അഡ്വാൻസ് പേയ്മെന്റ്സ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുകയാണ്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസെറ്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ കൂടാതെ ഉള്ളത് കൂടിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസെറ്റ്സ് പോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഇതുപോലെ ഓരോ കാറ്റഗറൈസേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് കറണ്ട് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് സൺട്രി ക്രെഡിറ്റേഴ്സ്. നമ്മൾ നേരത്തെ സൺട്രി ഡെപ്റ്റേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതെന്താണ്, നമുക്ക് കൊടുക്കാനുണ്ട്, പേയ്മെന്റ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ല. നമുക്കൊരു ബാധ്യതയാണ്, ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാധ്യതയാണ്. അപ്പൊ നമുക്ക് കൊടുക്കാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട്, അത് നമുക്കൊരു ബാധ്യതയാണ്, ഒരു ലയബിലിറ്റി ആണ് അല്ലെ. ആൻഡ് നെക്സ്റ്റ് ഇസ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് വാറന്റ്സ്, അതായത് എന്തെങ്കിലും ലാഭം വന്നിട്ടുണ്ടെങ്കിൽ അത് കൈപ്പറ്റാത്തവർ, അത് വാങ്ങാത്തവർ, അവരെയാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് വാറന്റ്സ് എന്ന് പറയുന്നത്. അല്ലെ, ഡിവിഡൻഡ് നമുക്ക് ഒരു ലാഭം കിട്ടുകയാണ്. ആൻഡ് ഓൾസോ അൺക്ലെയിംഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് വാറന്റ്സ്, ഇതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് നമ്മൾ വാങ്ങാത്ത പോലെ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് പലിശ നമ്മൾ വാങ്ങാത്തതുണ്ടെങ്കിൽ അതും ഒരു ബാധ്യതയാണ്. സോ അതാണ് കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കടം വാങ്ങുന്ന ക്രെഡിറ്റ് വാങ്ങുകയാണ്, അതിനെയാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം ലോൺസ്, കുറച്ച് നാളത്തേക്കുള്ള ലോണോ എന്തെങ്കിലും കാര്യങ്ങളാവാം. ആൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഫ്രം ബാങ്കിങ് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ വാങ്ങുന്നതാവാം. ആൻഡ് അതർ ഷോർട്ട് ടേം പേയബിൾസ്, വേറെ എന്തെങ്കിലും ഷോർട്ട് ടേം പേയബിൾസും കാര്യങ്ങളാവാം. ഇതിനെയാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് കറണ്ട് ലയബിലിറ്റീസിൽ വരാം. നെക്സ്റ്റ് ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രൊവിഷൻസ്, അത് ഫോർ ടാക്സേഷൻ ആവാം. ആൻഡ് ഓൾസോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡും ആവാം.
അതായത് നമ്മൾ മാറ്റി വെക്കാം. നമുക്കിപ്പോ എത്ര ടാക്സ് വരും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിന് വേണ്ടി ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അതാണ് ഇപ്പോൾ ടാക്സേഷൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിനും. നമ്മൾ കുറച്ചൊരു എമൗണ്ട് മാറ്റി വെക്കുക, അല്ലെ? നമ്മളത് കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുക്കണം. സോ അതുകൊണ്ടാണ് അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. സോ അതാണ് കറണ്ട് ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ബിൽസ് പേയബിൾ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് മുൻകൂറായിട്ട് നമുക്ക് അതിന്റെ ഇൻകം നമുക്ക് റിസീവ് ചെയ്യുകയാണ്, അല്ലെ? അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഒരു ബാധ്യതയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. സോ ഇതാണ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസിലും നമുക്കുള്ളത്. സോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിലും കറണ്ട് അസറ്റ്സ് ആണെങ്കിലും നമുക്ക് 1 ഇയർ, ജനറലി 1 ഇയർ ആണ് അതിന് നമ്മൾ പറയുന്നത്. വിത്തിൻ 1 ഇയർ ഉള്ള കാര്യങ്ങളാണ് കറണ്ട് അസറ്റ്സ് ഓർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. സോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് മിനിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റിൽ ഒരു മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂ ബിസിനസ് വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ. ആൻഡ് ഇറ്റ് കണ്ടിന്യൂ ബിസിനസ് വിത്തൗട്ട് ഇന്ററപ്ഷൻ. ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറയുന്നത് എന്താണ്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഒരു തടസ്സവും കാര്യങ്ങളും ഒന്നുമില്ലാതെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോഴായാലും അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ആ ഒരു ബിസിനസ്സിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഒന്നും ഉണ്ടാക്കാതെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എപ്പോഴും അത് പെർമനന്റ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ് ഓർ ട്രാൻസിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. അതിന് പറയുന്ന വേറൊരു പേരും കൂടിയാണ് എന്ത്? സർക്കുലേറ്റിംഗ് ഓർ ട്രാൻസിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദാറ്റ് ഈസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി. അതായത് പ്രൊഡക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ പ്രൊഡക്ഷനിൽ അവിടെ ഒരു വേരിയേഷൻ വരുമ്പോൾ എന്താണോ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നത്, അതായത് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്, ഫ്ലക്ച്വേഷൻസ് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അതിന് സർക്കുലേറ്റിംഗ്, അതായത് കണ്ടിന്യൂ ചെയ്ത് പോവുകയല്ല, അവിടെ ചേഞ്ചസും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ അതിനെയാണ് എന്ത്? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. സോ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി, പെർമനന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ടെമ്പററി ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയർ. നമ്മളിപ്പോ പറഞ്ഞു ടൈപ്സ്, നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ ടൈപ്സ് പല ഫേമിനും പല രീതിയിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയർ ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ഫേംസിലും എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ആക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി കാണാണ്. സോ ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റല് പെർമനന്റും ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഉണ്ട് നമ്മൾ പഠിച്ചു. സോ ഓരോ ടൈപ്പ് ഓഫ് ഫേംസ്, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നോൺ ഗ്രോത്ത്, നോൺ സീസണൽ, നോൺ സൈക്ലിക്കൽ ഫേംസ് ആണ്. അങ്ങനെ ഗ്രോത്തും കാര്യങ്ങളൊന്നുമില്ല, സീസൺ കാര്യങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്ക് അവിടെ വരുന്നത്? അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേബിൾ ആയിട്ട് അവിടെ പൊക്കോണ്ടിരിക്കാൻ. നെക്സ്റ്റ് ബി എന്ന് പറയുമ്പോൾ അവിടെ ഗ്രോയിങ് വന്നു. ബാക്കിയെല്ലാം നോൺ സീസണലും നോൺ സൈക്ലിക്കലും ആണ്, പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാകും. അപ്പൊ നമുക്കവിടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളും ഉണ്ടാവുകയാണ്, അല്ലെ? ആ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണം, കാരണം അവിടെ ഗ്രോത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയറിൽ അവിടെ ചേഞ്ചസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് സി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഗ്രോയിങ് ആണ് ആൻഡ് ഓൾസോ സീസണൽ ആണ്. സീസൺ അനുസരിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് വരുന്നു. സോ അവിടെ നമുക്ക് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ചേഞ്ചസും കാര്യങ്ങളും ചില സീസണിൽ നല്ല കൂടുതൽ ഉണ്ടാവും, ചില സീസണിൽ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ നോൺ സൈക്ലിക്കൽ ഫേംസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ നോൺ സൈക്ലിക്കൽ ആയിട്ട്, അതായത് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു സൈക്ലിക്കൽ അല്ല. സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ സൈക്ലിക്കിംഗ് എന്നുള്ള രീതിയിൽ, ട്രാൻസിറ്ററി എന്നുള്ള രീതിയിൽ, ടെമ്പററി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. സോ അതുകൊണ്ട് തന്നെ ഗ്രോയിങ്ങും സീസണും ആയതുകൊണ്ട് അവിടെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതായത് ഓരോ സീസൺ അനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദി ഗ്രോയിങ് സീസണൽ സൈക്ലിക്കൽ ഫേം. ആ ഒരു ഫേം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അവിടെ എന്ത് മാത്രമേ വരുള്ളൂ? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ചിലപ്പോൾ നല്ലോണം കൂടി നിൽക്കും, ചിലപ്പോൾ നല്ലോണം. ഇപ്പൊ സീസണൽ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോട്ട്ബുക്ക് കൂടുതലും വിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ബാഗ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എപ്പോഴാണ്? നമുക്ക് കുട്ടികൾക്ക് ആ ഒരു സ്കൂൾ തുറക്കുന്ന ടൈമിലും അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ്, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് നല്ലോണം രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ചില സമയത്ത് കൂടുതൽ വേണ്ടി വരും. പക്ഷെ അതൊന്നും അല്ലാത്ത സമയത്ത് നമുക്ക് കുറവ് വേണ്ടി വരും. ഇപ്പം കുട ആയാലും നമ്മൾ കൂടുതലും മഴക്കാലത്താണ്, റെയിൻ കോട്ട് നമുക്ക് മഴക്കാലത്താണ് കൂടുതലും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്.
സോ ആ ഒരു സമയത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടാവും. ആൻഡ് ഇതൊന്നും അല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാവും കുറച്ചൊരു ഡിക്രീസ് വരും. സോ അതാണ് അവിടെ വേരിയബിൾ ആയിട്ട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് വരുന്നത്. കാരണം അവിടെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, സീസൺ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഗ്രോത്ത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, സൈക്ലിക്കൽ ഫേം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ഫേമിനും ഓരോ രീതിയിലേ ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ഫേം ആണ് അവിടെ ഉള്ളത്, അപ്പൊ ഓരോ രീതിയിലും വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയറും ചേഞ്ച് ആയിക്കൊണ്ടേ നമുക്കിരിക്കും. നെക്സ്റ്റ് ഇസ് സൈക്ലിക്കൽ ഫ്ലോ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിലെ സൈക്ലിക്കൽ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ഓരോ ബിസിനസ്, ഏത് ബിസിനസ് നമ്മൾ എടുക്കുകയാണ് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈക്കിളും കാര്യങ്ങളും ഉണ്ടാവും ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? സോ ഫിനാൻഷ്യൽ മാനേജറിന്റെ ഒരു ജോബാണ് എന്ത്, ഈ മാറ്റങ്ങൾ ചേഞ്ചസും കാര്യങ്ങളും വരുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് ഫിനാൻഷ്യൽ മാനേജറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. കറക്റ്റ് ടൈമിനാണോ, കറക്റ്റ് ടൈമിന് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ ഓരോ എന്റർപ്രൈസും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് എന്റർപ്രൈസും അനുസരിച്ച് ഈ സൈക്ലിക്കൽ ഫ്ലോയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും. സോ അത് ഏതൊക്കെ രീതിയിലാണ് ഈ സൈക്ലിക്കൽ ഫ്ലോയിൽ വ്യത്യാസം വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്ലിക്കൽ ഫ്ലോയിൽ ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മാനുഫാക്ചറിങ് കൺസേൺ വരികയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് സൈക്ലിക്കൽ ഫ്ലോ, നമ്മൾ ക്യാഷ് വീണ്ടും ക്യാഷ് ആകാനുള്ള പ്രോസസ്സായിട്ട് വരുന്നത് എങ്ങനെയാണ്, ആ സൈക്ലിക്കൽ ഫ്ലോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവാണ്, ഒരു സൈക്ലിക്കൽ ഫ്ലോ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകണം. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് മാനുഫാക്ചറിങ് കൺസേൺ. സോ നമ്മൾ ഫസ്റ്റ് ക്യാഷ് നമ്മൾ ബൈ ചെയ്ത് റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി, ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങി. സോ ക്യാഷ് വെച്ചാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാം നമ്മൾ പ്രോസസ്സും ക്യാഷ് വെച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ റോ മെറ്റീരിയൽസ് എന്താണോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഗുഡ്, അതിന് വേണ്ട റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങും. നെക്സ്റ്റ് അത് പ്രൊഡക്ഷൻ, അതായത് അതിന്റെ ഇപ്പോൾ വർക്കേഴ്സും കാര്യങ്ങളും പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ എമൗണ്ട് സാലറി അല്ലെങ്കിൽ വേജോ എന്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ റോ മെറ്റീരിയൽസിന്റെ ആ സമയത്ത് നമുക്ക് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെ? നമ്മൾ ആ റോ മെറ്റീരിയലൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു എന്ത് ഗുഡാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ഗുഡ് നമുക്ക് അവിടെ ഉണ്ടായി. സോ ആൻഡ് ഇറ്റ് ഇസ് സെയിൽസ് ഓൺ ക്രെഡിറ്റ്, നമ്മളത് ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത്, അതായത് കടമായിട്ട് വരുന്ന ആൾക്കാർ കടമായിട്ടാണ് കൊടുക്കുന്നത്. സോ അത് വരുന്നപ്പോൾ എന്താണ്, അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് മാറി, ഡെപ്റ്റർ ആയിട്ട് മാറി, അതായത് നമുക്ക് അവർ പൈസ തരാനായിട്ട് ഉണ്ട്. സോ കുറച്ച് ചിലപ്പോൾ 2 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് അവർ നമുക്ക് കളക്ഷൻ, അതായത് പൈസ നമുക്ക് തിരിച്ചു തന്നു. സോ അത് നമ്മൾ വീണ്ടും ക്യാഷ് ആയിട്ട് തന്നെ മാറി. സോ ഇതാണ് ഒരു മാനുഫാക്ചറിങ് കൺസേൺ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു സൈക്ലിക്കൽ ഫ്ലോയിലാണ് അത് പോകുന്നത്. നെക്സ്റ്റ് ഈസ് ഒരു റീറ്റെയിലിംഗ് കമ്പനിയാണ്. റീറ്റെയിലിംഗ് കമ്പനിയാകുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരിക, റോ മെറ്റീരിയൽ നമ്മൾ സാധനം അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ആ ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു, അല്ലെ? എന്നിട്ട് നമ്മളത് സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ആ വാങ്ങിച്ച ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ അത് നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ അക്കൗണ്ട്സ് റിസീവബിൾ നമ്മൾ ക്രെഡിറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അവർ നമുക്ക് ഡെപ്റ്റേഴ്സ്, ആ അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പൈസ തരുന്നത്. സോ അത് കളക്ഷൻ വന്നു, വീണ്ടും ക്യാഷ് വന്നു. സോ ആ ക്യാഷ് എന്നുള്ളത് വീണ്ടും ക്യാഷ് ആയിട്ട് തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ എടുക്കുന്ന പ്രോസസ്സാണ് സൈക്ലിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫിനാൻസിങ് എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മളൊരു, ഇപ്പം ഞാൻ കുറെ ക്യാഷും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ക്യാഷ് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു ക്യാഷ് തരും, അല്ലെ? ആ ഒരു ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ നിങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ നിങ്ങൾ അത് എനിക്ക് തിരിച്ചടയ്ക്കുമെന്ന് പറയാണ്. സോ അവിടെ ഡെപ്റ്റേഴ്സ് വന്നു, കളക്ഷൻ വന്നു, നെക്സ്റ്റ് അത് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരിക. സോ വീണ്ടും അത് ക്യാഷിലോട്ട് വരികയാണ്. സോ ഇതാണ് ഓരോ കമ്പനി അല്ലെങ്കിൽ ഓരോ ഇപ്പൊ മാനുഫാക്ചറിങ് കമ്പനി ആവാം, അല്ലെങ്കിൽ റീറ്റെയിലിംഗ് കമ്പനി, ഫിനാൻസിങ് എന്റർപ്രൈസ്, അങ്ങനെ ഓരോ രീതിയിലും സൈക്ലിക്കൽ ഫ്ലോയില് ഡിഫറൻസ് വന്നുകൊണ്ടേ ഇരിക്കും. സോ ഈ ഒരു പ്രോസസ്സ് ഇപ്പൊ ഇവിടെ വെച്ച് നിൽക്കില്ല, വീണ്ടും നമ്മൾ ഇതുപോലെ ഓരോ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ക്യാഷ് കൊടുത്ത് അടുത്ത റോ മെറ്റീരിയൽസും കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതിനാണ് സൈക്ലിക്കൽ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പോകണോ അത്രത്തോളം ലെസ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യം വരും. അതായത് ഫാസ്റ്റർ ദ സൈക്കിൾ ലെസ്സർ വിൽ ബി ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവ് മതി, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ മാനുഫാക്ചറിങ് കൺസെപ്റ്റ് നമ്മൾ ചില പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് നാൾ മതിയായിരിക്കും. അപ്പം നമുക്ക് അത് കിട്ടുന്നതൊക്കെ വളരെ വേഗം കാര്യങ്ങളൊക്കെ ആ ഒരു സൈക്കിൾ വരികയാണെങ്കിൽ നമുക്ക് ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവ് കാര്യങ്ങൾ മതി. ചിലപ്പം അതിനിപ്പോ ഒരുപാട് ചിലപ്പോൾ ഒരു 6 മാസമോ അല്ലെങ്കിൽ കുറെ നാൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഒരുപാട് വേണ്ടി വരും, അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കിയത് പിന്നെ കറണ്ട് ഓരോ അസറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്യാഷ് ലോങ്ങി, പിന്നെ റോ മെറ്റീരിയൽ ആയി, ഒക്കെ അസറ്റ് ആണ്. പിന്നെ അത് ഡെപ്റ്റേഴ്സ് ആയത്, നമ്മളിതൊക്കെ അസറ്റിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അസറ്റിൽ എന്നുള്ളത്. സോ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. സോ ഇതാണ് ഒരു സൈക്ലിക്കൽ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്.
നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട് ലൈഫ് സ്പാൻ. അല്ലെ, നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ആണ്. ഇതൊക്കെയാണ് പറയുന്നത് വിത്തിൻ 1 ഇയർ അല്ലെ. സോ 1 ഇയറിലും കൂടുതൽ ഡസ് നോട്ട് എക്സീഡ് 1 ഇയർ. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ് നമുക്കുള്ളത്. കമ്പയർ ചെയ്യുമ്പോൾ വൺ ഇയർ, ആ ഒരു 1 ഇയറിലും കുറവ് സമയത്തിനാവും ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. സോ അതൊരു ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ചില രീതിയിൽ ചില ക്രൈറ്റീരിയ നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുമെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വിത്തിൻ 1 ഇയർ, അതായത് ഇറ്റ് ഡസ് നോട്ട് എക്സീഡ് more than 1 year. And next is swift transformation and interrelated asset forms. അതായത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരു അസറ്റിൽ നിന്നും മറ്റൊരു അസറ്റ് ആയിട്ട് നമുക്കത് മാറ്റാനായിട്ട് സഹായിക്കും അല്ലെ. നമ്മളിപ്പോ നേരത്തെ ആ സൈക്ലിക്കൽ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു ക്യാഷ് ആയിട്ടുള്ളത് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലെ, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ്, അതിനുശേഷം അതൊരു അക്കൗണ്ട്സ് റിസീവബിൾ അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് അല്ലെ. ഇത് പലതും പല പല അസറ്റ്സ് ആണ്. അപ്പൊ അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പറയുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു അസറ്റിൽ നിന്നും മറ്റൊരു അസറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടും നമുക്ക് സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് അസറ്റ് ഫോംസ് ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ആക്ടിവിറ്റി ലെവൽസ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ട് നമുക്ക് സഹായിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു സൈക്കിളും കാര്യങ്ങളും എല്ലാം പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ആ ഒരു കാര്യങ്ങൾ ചെയ്ത് ആ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ആ ഒരു സൈക്ലിക്കിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സഹായിക്കും. സോ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ 2 രീതിയിൽ ഗ്രോസ് കൺസെപ്റ്റും ഉണ്ട്, നെറ്റ് കൺസെപ്റ്റും ഉണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് അതിന്റെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ, കമ്പോണൻസ് എന്തൊക്കെയാണ്, കറണ്ട് അസറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ, പെർമനന്റും ഉണ്ട് വേരിയബിളും ഉണ്ട്. ആ ടൈപ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കി. ആൻഡ് ഓൾസോ സൈക്ലിക്കൽ ഫ്ലോ, ഓരോ ഫേമിനും ഏതൊക്കെ രീതിയിലാണ്. ആൻഡ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ബിഹേവിയർ എങ്ങനെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ താങ്ക് യു.